ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. പല പാരൻസിനും സമയം ലഭിച്ചാൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ സംശയങ്ങൾ പോലും പരിഹരിക്കാൻ അവർ കഴിയാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പാരൻസിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാവേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക. ഫോളോ ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ഈ പ്രോഗ്രാം എന്നെ അറിയുന്നവർ മാത്രമല്ല, തീർത്തും അപരിചിതരായിട്ടുള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ട് എന്നുള്ളത് ഈയിടെയാണ് മനസ്സിലാക്കിയത്. ഒരു കമന്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഒരു ടീച്ചർ ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾ ഒരു ടീച്ചർ അല്ല എന്ന് എനിക്ക് വ്യക്തമാകുന്നു. ശരിയല്ലേ? ഇതാണ് ആ കമന്റ്. ശരിയാണ്. ഈ പ്രോഗ്രാം കാണുന്നവരിൽ വളരെ പരിമിതമായ ഒരു 10 പേരോ 12 പേരോ മാത്രമാണ് എന്നെ അറിയുന്നതായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ തീർത്തും അപരിചിതനാണ്. ആരടാ ഇതപ്പ എന്ന രീതിയിൽ ഇത് കാണുന്നു. എന്നിട്ട് കേട്ട് രസിച്ച് അതിനൊരു മറുപടി, എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയും തരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്നെ ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ, ഞാൻ ആരാണെന്ന്. ഒരു ടീച്ചർ എന്ന് വിചാരിച്ചായിരിക്കും ഇവരെല്ലാം എൻ്റെ പ്രോഗ്രാം കാണുന്നത്. അവർക്ക് മുമ്പിലായി ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 2021 മെയ് മാസം 31 മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു സീനിയർ സൂപ്രണ്ട് മാത്രമാണ് 1980 SLCക്ക് വെറും 51% മാർക്ക് കൊണ്ട് മാത്രം വിജയിച്ച് പ്രീ ഡിഗ്രിക്ക് ഒരുവിധം തപ്പിത്തടഞ്ഞ് പാസ്സായി. മാത്സിനോടുള്ള വിരോധം കൊണ്ട് മാത്രം ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ച് MG കോളേജിലായിരുന്നു ആ പഠനം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തു, പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇംഗ്ലീഷ് അറിയാത്തതിലുള്ള ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്. ഇംഗ്ലീഷ് ഗ്രാമർ, അഡ്വാൻസ്ഡ് ഗ്രാമർ ഒരു പേപ്പറുണ്ട്. ബേസിക് പോലും അറിഞ്ഞൂടാത്ത എനിക്ക് എന്ത് അഡ്വാൻസ്ഡ് അല്ലേ? സ്വാഭാവികമായിട്ടും ഞാനത് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഫോണറ്റിക്സ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിനടുത്തുള്ള രണ്ട് കുട്ടികളുടെ പാരൻസ്, അവർ കേട്ടു ഞാൻ BA ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അവരുടെ മക്കൾക്ക് ഇംഗ്ലീഷിന് ഗ്രാമർ, ഇംഗ്ലീഷ് ബേസിക് ഇംഗ്ലീഷ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ആവശ്യം ന്യായമാണ്. കാരണം അവരുടെ കണ്ണിൽ ഞാനൊരു വലിയ എന്താ പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഒക്കെ എടുത്ത് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാണ് അവരുടെ വിചാരം, അവരുടെ ധാരണയും. അതുകൊണ്ട് തന്നെ അവരെ എൻ്റെ അടുത്ത് കൊണ്ടാക്കിയത്. ഞങ്ങളുടെ അന്നത്തെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആ ട്യൂഷൻ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് മാസം അന്ന് 20 രൂപയാണ് അന്നത്തെ ഫീസ്. അത് ഞാൻ സ്വീകരിച്ചു. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ ആ ഒരു ഫെബ്രുവരി മാർച്ച് ആകുന്ന ആ സമയത്ത് തൊട്ടടുത്ത ഒരു ട്യൂട്ടോറിയലിൽ നിന്നും ആവശ്യം വന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ ചെല്ലണം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഞാൻ അങ്ങ് എടുത്ത് ചാടി. പൈസയുടെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യമായിരുന്നു. ആ ട്യൂട്ടോറിയലിൽ സക്സസ് എന്നായിരുന്നു ആ ട്യൂട്ടോറിയലിന്റെ പേര്. മണക്കാട് കുരിയാത്തി പുത്തൻകോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ട്യൂട്ടോറിയലായിരുന്നു. അവിടെ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് പഠിപ്പിക്കേണ്ടി വരുന്നു. ഇംഗ്ലീഷിലൂടെ, ഗ്രാമറിലൂടെ, പല പല മേഖലകളിലൂടെ. അപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു, ഞാൻ എങ്ങനെ ഇത് പരിഹരിക്കും? ചോദിച്ചു മനസ്സിലാക്കാനാണെങ്കിൽ അധികം പേരില്ല. ഇന്നത്തെ പോലെ ഓൺലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഒരേ ഒരു അഭയകേന്ദ്രമായിരുന്ന ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ പോയി. അവിടെ ചെന്ന് ലിംഗ്വിസ്റ്റിക്സ്, ഗ്രാമർ, ഈ പല പല വിഭാഗങ്ങളിൽ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. FT വുഡ്, റൺ ആൻഡ് മാർട്ടിൻ
എന്നിവരുടെയൊക്കെ ഗ്രാമർ ടെക്സ്റ്റുകളാണ് അതുവരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നി. അപ്പോഴാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്, ഫോറിൻ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേറെ മാർഗങ്ങളാണ് ഉള്ളത്. ഇപ്പൊ നമ്മളൊക്കെ ഫോറിൻ സ്റ്റുഡൻസ് ആണല്ലോ, അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഫോറിൻ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള മാർഗങ്ങൾ പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങൾ ഉണ്ടെന്നും അതിനുവേണ്ടി അവിടെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടെന്നൊക്കെ അപ്പോഴാണ് അറിഞ്ഞത്. അതിലൊക്കെ ഊർജിതമായിട്ട് പങ്കെടുത്തു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ എങ്ങനെയാണ് വിദേശ ഭാഷയിൽ, അതായത് മലയാളം അല്ലെങ്കിൽ തമിഴ് ഇങ്ങനെയുള്ള വിദേശ ഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേറെ മാർഗങ്ങളാണുള്ളത്, അത് സ്വയം പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ അതിലൂടെ യാത്ര തുടർന്നു. എൻ്റെ കുട്ടികളെയും ഞാൻ ആ വഴിക്ക് കൊണ്ടുവന്നു. അവരുടെ സംശയങ്ങളെല്ലാം ആ രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തു. സമീപിച്ചതിന് ശേഷം അതിൽ ഉത്തരം കിട്ടുന്ന പ്രകാരം ഞങ്ങൾ ഈ എക്സസൈസുകൾ FT വുഡിൻ്റെയും റെൻ മാർട്ടിൻ്റെയും AS1BYയുടെ ഒക്കെ എക്സസൈസുകളൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിൻ്റെ ആഹ്ലാദം പങ്കിട്ടത്. കാരണം കുട്ടികളും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ ഈ സീരീസിലൂടെ ചെയ്യുന്നത്. സത്യത്തിൽ അല്ലാതെ ആരെയും ഗ്രാമർ പഠിക്കുകയോ, ഞാൻ ഒരു ഗ്രമേറിയൻ അല്ല, ഒരു ടീച്ചറല്ല. ആ ടീച്ചർ എന്ന പദം അലങ്കരിക്കാൻ പോലുള്ള യോഗ്യത പോലും എനിക്കില്ല. കാരണം BEd MEd ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. വെറുതെ ഒരു PG ഡിഗ്രി ഉണ്ട് എന്നല്ലാതെ, അതും പ്രൈവറ്റായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തനിയെ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടീഷ് ലൈബ്രറി എന്നെ വലുതായിട്ട് സഹായിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന വലിയ ലൈബ്രറി ആയിരുന്നു, ബ്രിട്ടീഷ് ലൈബ്രറി, സ്റ്റാച്യൂലായിരുന്നു. അത് വലിയ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ മറക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ എങ്ങനെയാണോ ഈ ഗ്രാമറിനെ അപ്രോച്ച് ചെയ്യുകയും കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതും, ഇന്ന് ഒരുവിധം ഏത് ടെക്സ്റ്റിലുള്ള ഗ്രാമർ എക്സസൈസ് എനിക്ക് ചെയ്യാനും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും, മലയാളത്തിലാണെങ്കിൽ ശരി തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കുട്ടിയുടെയും സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതായത് ഒരു അധ്യാപകന് ആ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് നിൽക്കുമ്പോൾ ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കുട്ടിയെ പരുവപ്പെടുത്തി എടുക്കേണ്ട ചുമതലയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ അവരെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അധ്യാപകൻ വന്ന് ക്ലാസ്സിൽ നിൽക്കുമ്പോൾ, അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളെ ആ പറയുന്ന ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ അധ്യാപകന് ആ അല്ലെങ്കിൽ പഠന രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യാപനം വളരെ എളുപ്പത്തിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, പല വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വരുന്നത്, ഇന്ന ടീച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ ഇന്ന ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് സാർ ഞാൻ ഇവിടെ വരുന്നത്, എനിക്ക് ടീച്ചറാണ് എൻ്റെ ഫോൺ നമ്പർ തന്നത്, അതുകൊണ്ട് എങ്ങനെയാ ടീച്ചർ സാർ ഇവിടുത്തെ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാ ചർച്ച ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ അതും എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ടീച്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുകയാണ്, ഇന്നയാളുടെ അടുത്ത് പോകൂ, ബേസിക് മനസ്സിലാക്കിയിട്ട് വരൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ എനിക്ക് പ്രചോദനങ്ങളായിരുന്നു. അപ്പൊ എൻ്റെ ഈ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച ഗ്രാമർ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഈ ഓരോ ടേംസ് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതിനകത്ത് ഒരുപാട് തെറ്റുകൾ കാണാം. ചെയ്യുന്ന രീതി ഏതാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് നോളജ് അവർക്ക് കിട്ടുകയും പിന്നീട് റെൻ മാർട്ടിൻ അല്ലെങ്കിൽ FT വുഡ് അല്ലെങ്കിൽ AS1BY ഇങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗ്രാമർ ടെക്സ്റ്റുകൾ പിന്നീട് റെഫർ ചെയ്യുന്ന സമയത്ത് റൂൾസ് വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു, അതിന്റെ നിയമവശങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് എൻ്റെ പ്രധാന ലക്ഷ്യമായി ഞാൻ കണക്കാക്കിയത്. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അത് എത്രമാത്രം ശരിയുണ്ട്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എനിക്ക് കൂടി പറഞ്ഞു തരിക, അതെനിക്ക് ഷെയർ ചെയ്യുക. ദയവായി ഫോളോ ചെയ്യുക, വീണ്ടും കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ഗ്രമേറിയൻസ് ഒരുപാടുണ്ട്, ഇത് കേൾക്കുന്നവരും കാണുന്നവരുമായിട്ട്. അവർക്കും നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം. അത് ഞങ്ങൾക്ക് എല്ലാം തന്നെ ഗുണപ്രദമാകും എന്ന വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം.